നമസ്കാരം. വീണ്ടും തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് സംഭവവികാസങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞത് പറവൂരിനെ കുറിച്ചാണ്. പറവൂരിനെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. തോൽവിയോ അല്ലെങ്കിൽ അവിടെ കിട്ടാൻ പോകുന്ന വോട്ടിൻ്റെ എണ്ണമോ അതിൻ്റെ സംഘർഷാവസ്ഥയോ സങ്കീർണാവസ്ഥയോ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലത്. അതല്ലായിരുന്നു വിഷയം. സതീശനുള്ള വ്യക്തിത്വ പേഴ്സണാലിറ്റി എങ്ങനെ അവിടെ വന്നു, സതീശനെ ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിക്കും, സതീശൻ്റെ സംഘശക്തി എന്ത്, പറവൂരിൻ്റെ പഴയ പാരമ്പര്യം, ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റാണ് തിരുവിതാംകൂറുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാമാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന പറവൂരിൽ നിന്ന് മധ്യ തിരുവിതാംകൂറിൽ നേരെ നമുക്ക് മലബാറിലേക്ക് അല്ലെ വടക്കൻ കേരളത്തിലേക്ക് പോകാം. വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലേക്ക്. അവിടെ പല പ്രമുഖരും രാഷ്ട്രീയമായി പ്രാമുഖ്യം നേടിയവർ പല പ്രമുഖരും മത്സരിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. ഒരുപക്ഷെ പണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി കളിയാക്കി പറയുമായിരുന്നു പുല്ലുവഴി നായന്മാർ. പെരുമ്പാവൂരിടത്തൊരു പുല്ലുവഴിയുണ്ട്, അവിടെയുള്ള നായന്മാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പറയാറ്. ഇന്ന് ആ പ്രഖ്യാപനം മാറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. കണ്ണൂർ അളിയന്മാർന്നോ കണ്ണൂരിലെ സ്വന്തക്കാരെന്നോ പറഞ്ഞ് നമുക്ക് പുല്ലുവഴി നായന്മാർക്ക് വരെ കണ്ണൂരിന് കൊടുക്കാൻ സ്ഥാനം. ജയരാജന്മാർ, ശ്രീമതി, ഇവരെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ശ്യാമള, ഗോവിന്ദൻ, കൊടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളെ എല്ലാം ഉള്ള ബന്ധങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ധർമ്മടം നിയോജകമണ്ഡലത്തെക്കുറിച്ചാണ്. ധർമ്മടം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടിയ ഭൂരിപക്ഷത്തിൽ 2ാം സ്ഥാനത്ത് ധർമ്മടമായിരുന്നു. 1ാം സ്ഥാനത്ത് മട്ടന്നൂർ മത്സരിച്ച ശൈലജ ടീച്ചർ, ഇപ്പോൾ അവരെ പേരാവൂർക്ക് മാറ്റിയിരിക്കുകയാണ്. 2ാം സ്ഥാനത്ത് പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടം. 3ാം സ്ഥാനത്ത് പയ്യന്നൂർ മത്സരിച്ച മധുസൂദൻ. ഏതാണ്ട് 250 വോട്ടിന് താഴെയാണ്, 50,000 താഴെ ഭൂരിപക്ഷം പോയത്. പിണറായി വിജയന് അസംബ്ലിയിലേക്ക് 50,121 രൂപയാണ് ഭൂരിപക്ഷം കിട്ടുന്നത്. അത് ലോക്കൽ ബോഡി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴേക്കും 25,577 വോട്ടായിട്ട് കുറഞ്ഞു. അതായത് 25,000 വോട്ടിൻ്റെ വ്യത്യാസം ലോക്കൽ ബോഡി ഇലക്ഷനിലും അസംബ്ലിയിലുമായി കഴിഞ്ഞ 2021 അസംബ്ലി ഇലക്ഷനുമായി, അല്ലെങ്കിൽ 3-4 വർഷത്തെ വ്യത്യാസത്തിന് ഇത്രയും ഡിഫറൻസ് ഉണ്ടായി. അതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷനിലും തുച്ഛമായ രാജ്ഭവൻ ഉണ്ണിത്താൻ വളരെയധികം വോട്ട് പിടിക്കുകയും 2,616 വോട്ടിലേക്ക് ആ ഭൂരിപക്ഷം വരികയും ചെയ്തു. ഇത് കാണിക്കുന്നത് ധർമ്മടം അത്ര ഉറപ്പുള്ള സീറ്റാണോ? വേണമെങ്കിൽ ധർമ്മടവും ആഞ്ഞു പിടിച്ചാൽ കുലുങ്ങില്ലേ? അതിൽ നിന്നും കുലുക്കി മാമ്പഴം വീഴ്ത്തത്തില്ലേ? പിണറായി വിജയന് പേടിയുണ്ടോ? ആകാംക്ഷയുണ്ടോ? തീർച്ചയായിട്ടും പിണറായി വിജയൻ ഒരു തെരഞ്ഞെടുപ്പ് വിജയം പ്രതീക്ഷിക്കുന്നില്ല എന്ന് ധർമ്മടത്തെ മത്സരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. ധർമ്മടത്ത് പിണറായി വിജയന് ജയിക്കണമായിരുന്നെങ്കിൽ കണ്ണൂരിലെ പാർട്ടി കോട്ടകൾ ഇൻടാക്റ്റായിട്ട് നിലനിർത്താൻ പറ്റണമായിരുന്നു. ഇൻടാക്റ്റായിട്ട് നിലനിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ നേതൃ സമവാക്യങ്ങളിലെ ബാലൻസ് തെറ്റാതെ നോക്കണമായിരുന്നു. അവിടെ ജയരാജന്മാർ, EP ജയരാജൻ, P ജയരാജൻ, MP ജയരാജൻ, പിന്നെ ഷംസീർ, PV ഗോവിന്ദൻ, ഇങ്ങനെയുള്ളവർ ചേർന്ന ഒരു നേതൃത്വ ബാലൻസ് ഉണ്ടായിരുന്നു. നേതൃത്വത്തിൻ്റെ ബാലൻസിങ് അവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിൽ ഇല്ലാതെ പോയതാണ്. ഈ ബാലൻസിങ്ങിൽ തെറ്റ് വരുത്തിയില്ലേ? എനിക്കൊരു സംശയം. ഈ ബാലൻസിങ് അപകടകരമായ രീതിയിലേക്ക് മാറിപ്പോകും, ഇക്വലിബ്രിയം മാറുമോ? ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശൈലജ ടീച്ചർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് 60,000-ലധികം വോട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ച ശൈലജ ടീച്ചറെ സണ്ണി ജോസഫിനോട് പോരാടാനെന്നുള്ള പേരിൽ അവരെ എങ്ങോട്ട് മാറ്റി? പേരാവൂർക്ക് മാറ്റി. പേരാവൂർ സണ്ണിക്ക് 3000 ഭൂരിപക്ഷമേ ഉള്ളൂ. വേണമെങ്കിൽ സണ്ണിയെ തോൽപ്പിക്കാം. സണ്ണിയെ തോൽപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ? ആലോചിക്കണം. സണ്ണിയെ തോൽപ്പിക്കുന്നതുകൊണ്ട് കോൺഗ്രസിനിട്ട് രാഷ്ട്രീയമായി പൂർണ്ണമായി തിരിച്ചടി. കൊണ്ട് കേജ്രിവാൾ ഷീലാ ദീക്ഷിതിനെ തോൽപ്പിച്ച പോലെ, ഐഷ പോറ്റി ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച പോലെ അങ്ങനെ ഒരു തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? സണ്ണിയെ തോൽപ്പിച്ചുകൊണ്ട് മാത്രം. അതൊരു നിർണായകമായ മത്സരമാണോ? അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു നിർണായകമായ മത്സരമല്ല. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിച്ച് കൊണ്ട് എടുക്കാം. ഇനി പിണറായി വിജയൻ ധർമ്മടത്ത് ചെല്ലുമ്പോൾ ധർമ്മടത്തു നിന്ന് പോയ മുഖ്യമന്ത്രിയായിട്ട് തന്നെ വീണ്ടും അതേ മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വരികയാണ്. പക്ഷെ ഓരോ ദിവസവും
തൻ്റെ പ്രവൃത്തികളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ പ്രവൃത്തികളെക്കാൾ കൂടുതലായി തൻ്റെ നാക്ക് പിഴ എന്ന് പറയാൻ പറ്റില്ല, തൻ്റെ നാക്കിൻ്റെ ചലനങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അവസാന നിമിഷം നമ്മൾ എന്താ പറയുന്നത്, ലാസ്റ്റ് മരണമൊഴി ഏറ്റവും വിശ്വസിക്കാമെന്ന് പറയുന്ന പോലെ ഈ അധികാരം നഷ്ടപ്പെടാറായ വൈകിയ വേളയിൽ പിണറായി വിജയൻ്റെ വായിൽ നിന്നും സുധാകരൻ്റെ പ്രവൃത്തിയെപ്പറ്റി പറഞ്ഞതാണ്. സുധാകരൻ്റെ പ്രവൃത്തിയെപ്പറ്റി ഉപയോഗിച്ച വാക്ക് ചെറ്റത്തരം എന്നാണ്. ചെറ്റ എന്നുള്ള വാക്കിന് ഒത്തിരി ദുർവ്യാഖ്യാനങ്ങളുണ്ട്. അത് ഉപയോഗിക്കാൻ സാധാരണഗതിയിൽ ആരും ഉപയോഗിക്കാത്ത വാക്കാണ്. അതൊരു ജാതി അധിക്ഷേപത്തിൻ്റെ രീതിയിലേക്ക് വേണം വരാം. പിണറായി വിജയൻ അങ്ങനെ ചെയ്തു, ജാതി അധിക്ഷേപം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ആ വാക്കതാ സൂചിപ്പിക്കുന്നത്. അതിനുമ്പോൾ ബിഷപ്പിനെ നികൃഷ്ടജീവിനെ വിളിച്ചില്ലേ? അപ്പോൾ ഉറപ്പായിട്ടും മനഃപൂർവ്വം അധിക്ഷേപത്തിൻ്റെ ഭാഷയിലാണോ അദ്ദേഹം പറഞ്ഞെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. അത് സുധാകരനാണ് വിളിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും സീനിയറായ നേതാവ് സുധാകരനെയാണ് ചെറ്റത്തരം എന്ന് പറയുന്നത്. ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ചെറ്റയാണ് സുധാകരൻ എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ്. എന്തിനാണ് പിണറായി വിജയൻ, എന്താണ് സുധാകരൻ കാണിച്ചത് ചെറ്റത്തരം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോകുന്നോ? ഇവരെല്ലാം CPI-യിൽ നിന്ന് വിട്ടുപോകുന്നതല്ലേ? പിണറായി വിജയനും EMS ഉൾപ്പെടെ AK ഗോപാൽ ഉൾപ്പെടെ CPI-യിൽ നിന്ന് വിട്ടുപോകുന്ന ചെറ്റത്തരം കാണിച്ചവരാ. CPI-യുടെ പ്രത്യയശാസ്ത്രം അംഗീകരിച്ചിട്ട് അതിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പോൾ ചെറ്റത്തരം എന്നുള്ള വാക്ക് പിണറായി വിജയൻ ഉപയോഗിച്ചത് തികച്ചും അമാന്യമായി, അല്ലെങ്കിൽ വ്യക്തിപരമായ വൈരാഗ്യം, നീ എന്നെ ചോദ്യം ചെയ്യാറായ. സുധാകരൻ പറഞ്ഞ മറുപടി ഭയങ്കരമാണ്. കരിമണലിൻ്റെ കോടാനുകോടി രൂപ കേരളത്തെ കൊള്ളയടിക്കാനുള്ള കരിമണൽ കള്ളക്കടത്തിൻ്റെ ആൾക്കാരെ എതിർത്തുകൊണ്ടാണ് എന്നോട് ഇത്രമാത്രം വിരോധം, എന്നോട് ഇത്രമാത്രം പക. ശ്രദ്ധിക്കേണ്ട വാചകങ്ങളല്ലേ? ആളിൻ്റെ പേര് പറയുന്നുണ്ട്. UDF അധികാരത്തിൽ വന്ന് അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട്, കുറ്റവാളിയെ ശിക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും ഒരുപക്ഷെ പിണറായി വിജയൻ്റെ അനുഗ്രഹാശിസ്സോടെയാണ് കരിമണൽ കള്ളക്കടത്ത് നടന്നിരിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് മോഡി പറയുന്നത്, എല്ലാ കള്ളക്കടത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സുധാകരനോട് വിരോധം തോന്നാം, അന്വേഷിക്കും എന്ന് പറഞ്ഞതിൻ്റെ പ്രതികാരവും തോന്നാം. ഇത് അന്വേഷിച്ചാൽ പിണറായിയിലേക്ക് എത്തുമെങ്കിൽ, പിണറായിയുടെ കുടുംബക്കാരിലേക്ക് എത്തുമെങ്കിൽ, ഇതാണ് ധർമ്മടത്ത് വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വേണം പറയാം. എങ്കിലും ധർമ്മടംകാർ പിണറായി വിജയനെ കൈവിടാൻ സാധ്യതയില്ല. ഒരു മുഖ്യമന്ത്രി സ്ഥാനം മലബാറിന് കിട്ടുക, നയനാർക്ക് ശേഷം അല്ലെ EMS-ന് ശേഷം ആ ഭാഗത്തേക്ക് അച്യുതാനന്ദനിലേക്ക് അധികാരം എത്തിയപ്പോൾ വടക്കിൻ്റെ അധികാരം കുറയുകയും മധ്യ തിരുവിതാംകൂറിൻ്റെ അധികാരം കുറച്ച് കൂടുകയും ചെയ്തു. അത് പൊളിച്ചെഴുതാൻ, വീണ്ടും വടക്കിൻ്റെ അധികാരം ഉറപ്പിക്കാൻ പിണറായി വിജയൻ്റെ വിജയം സഹായിക്കും. പക്ഷേ പിണറായി, താങ്കൾ വിജയിക്കാൻ സാധ്യതയുണ്ടോ? താങ്കളുടെ പാർട്ടി വിജയിക്കാൻ സാധ്യതയുണ്ടോ? ഇനി പാർട്ടി വിജയിക്കാൻ താങ്കൾ തോൽക്കുകയും ചെയ്താലുള്ള എത്ര പരിഹാസ്യമായ വ്യക്തിയായിട്ടായിരിക്കും താങ്കൾ നിയമസഭയിൽ പോയിരിക്കേണ്ടി വരുന്നത്. പണ്ട് കരുണാകരൻ 9 പേരുടെ നേതാവായിട്ടിരുന്നു അല്ലേ? അന്ന് കരുണാകരന് കോൺഗ്രസ് മൊത്തം തകർന്നെങ്കിലും ശതമാനക്കണക്കിന് വോട്ടുണ്ടായിരുന്നു. ഇത്ര ശതമാനം വോട്ട് കിട്ടിയെന്ന് പറയാമായിരുന്നു. കോൺഗ്രസ് 2ആയതുകൊണ്ടാണ് തകർന്നതെന്ന് പറയാമായിരുന്നു. കയ്യിലിരിപ്പ് കൊണ്ടല്ല തകർന്നതെന്ന് പറയാമായിരുന്നു. ഇന്ന് CPM കേരളത്തിൽ തകരുകയാണെങ്കിൽ അത് താങ്കൾ ഒരാളുടെ മാത്രം കയ്യിലിരിപ്പ് കൊണ്ടാണ് തകർന്നതെന്ന് പാർട്ടി അണികളും വിളിച്ചു പറയും. എന്തിനും നമ്മുടെ ആർഷോ വരെ പറയും, ജയിക്ക് പറയാം, അനിൽകുമാർ ആരും പറയും, താങ്കളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് CPM തകർന്നതെന്ന്. അങ്ങനെ ഒരു ദുഷ്പേര് കേൾപ്പിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുഴിച്ചു മൂടുന്ന അവസാന കർത്തവ്യം ചെയ്തിട്ടായിരിക്കുമോ താങ്കൾ പോകുന്നത്? പിന്നെ ധർമ്മടത്തിന് എന്ത് പ്രത്യേക ഗുണമുണ്ടാക്കി കൊടുത്തു? ധർമ്മടം തൊട്ടടുത്തായിരുന്നു സ്പീക്കർ ഷംസീർ അല്ലേ? ഷംസീറിനെയും മാറ്റി നിങ്ങൾ എന്തിനാണ് മാറ്റിയത്? MV ഗോവിന്ദൻ ഭാര്യയെ കൊണ്ട് നിർത്തി. അപ്പോൾ മൊത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന പ്രവൃത്തികൾ ബോധപൂർവ്വം നിങ്ങൾ ചെയ്തു എന്ന് ഞങ്ങൾ പറയും. ബോധപൂർവ്വം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല എന്നുള്ള ഉറപ്പ് ആര് കൊടുത്തിട്ടുണ്ട്? ആർക്കോ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാർക്കാന്നറിയത്തില്ല. പത്മകുമാറൊക്കെ പറഞ്ഞ ദൈവതുല്യമായി കാണുന്ന നിങ്ങളാണെങ്കിൽ, നിങ്ങൾ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ദൈവതുല്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടാവും. അവർക്ക് ചില ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പിൻ്റെ ബലത്തിൽ താങ്കൾ കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്നുള്ള ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ്. താങ്കളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അടുത്ത വർഷം മുന്നേ സഹായിക്കാനല്ല, ദ്രോഹിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളുടെ കാഴ്ചപ്പാട് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. പക്ഷേ ഈ കാഴ്ചപ്പാടിൻ്റെ ബലത്തിലാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. താങ്കൾ ചെറ്റത്തരെന്ന് പറയുമ്പോഴും നാറുത്തരെന്ന് പറയുമ്പോഴും മൊത്തം 10,000 വോട്ടുകൾ UDF-ന് അറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സഹായം നിങ്ങൾ ഇപ്പോൾ UDF-ന് ചെയ്യുന്നത് BJPക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയും കൂടെ കൂടിക്കൊണ്ടാണ്. പക്ഷേ BJP ആയിരിക്കില്ല ഇതിൻ്റെ ബെനിഫിഷ്യറി, UDF ആയിരിക്കും. കാരണം താങ്കളെ താങ്ങി നിർത്തുന്നത്, താങ്കളുടെ എല്ലാ കൊള്ളരായ്മയ്ക്കും കൂട്ടുനിൽക്കുന്നത് മറ്റാരുമല്ല, BJP ആണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ റിയാക്ഷൻ ഉണ്ടായാൽ കഷ്ടം നിങ്ങളുടെ സ്ഥിതിയും പുറകെ BJPയുടെ സ്ഥിതിയും. തൽക്കാലം ഇത്രമാത്രം.